നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ ആശയത്തിൽ പുതുമയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സമാനമായ ആശയം സർക്കാർ വളരെ മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നെന്നും മന്ത്രി. വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരെ സ്വീകരിച്ചത് വകുപ്പ് തല നടപടിയല്ല, തുടർ നടപടി വിശദമായ അന്വേഷണത്തിന് ശേഷം. അടിച്ചമർത്തുന്നവർക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ലഭിക്കുന്ന ഓരോ അവസരവും സമർത്ഥമായി പ്രയോജനപ്പെടുത്താൻ പിന്നോക്കക്കാർക്ക് കഴിയണമെന്ന് ഗിന്നസ് മുരളി നാരായണൻ. അവകാശങ്ങൾക്കായുള്ള പോരാട്ടം കുറ്റകരമെന്നും വ്യാഖ്യാനിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. പാലക്കാട്ട് കേരള പാണൻ കൾച്ചറൽ സൊസൈറ്റി 28ാം വാർഷിക സമ്മേളനം. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വികസന തുടർച്ച. 4 പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂര നിർമ്മാണം പുരോഗമിക്കുന്നു. പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കലാമണ്ഡലം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിലേക്ക്. കഥകളി സംഗീതത്തിൽ 2 പെൺകുട്ടികൾ തിങ്കളാഴ്ച അരങ്ങേറ്റം കുറിക്കും. ചരിത്രമെഴുതുന്നത് പാലക്കാട്ടുകാരി ദേവനന്ദയും തിരുവനന്തപുരം സ്വദേശിനി ഹരിതയും. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് തുടക്കം. ഉത്സവം 31 വരെ. കണയൻ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂര മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾ തുടരുന്നു. ഭക്തിസാന്ദ്രമായി കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം. കല്യാണ തിരക്കിൽ ഗുരുവായൂർ. ഞായറാഴ്ച നടന്നത് 250ഓളം വിവാഹങ്ങൾ. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം. വാർത്തകൾ വിശദമായി. ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ പുത്തൻ ആശയമല്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരായത് വകുപ്പ് തല നടപടിയില്ലെന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. അപേക്ഷ പരിഗണിക്കുന്നതിൽ ബോധപൂർവമായ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഓൺലൈൻ രേഖകൾ പരിശോധിച്ചാൽ അക്കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ. നമ്മളൊരു ഡെപ്യൂട്ടി കളക്ടറെ നടപടിയൊന്നും എടുക്കുകയല്ലേ ചെയ്തിട്ടില്ല. അന്വേഷണ വിധേയമായി ഒരു ആരോപണം കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ട് ആരോപണം അന്വേഷിക്കുക ഉള്ള ഒരിട വന്നപ്പോൾ ഓൺലൈൻ രേഖകൾ പ്രകാരം കുറച്ച് ബോധപൂർവമായിട്ടുള്ള ഡിലേ ഈ കാര്യത്തിൽ ഉണ്ടായതായിട്ട് തോന്നുന്ന ഒരു വിഷയമാണ്. നേരത്തെ ഫോം നമ്പർ 5ൻ്റെ സാങ്ഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ കോൺക്രീറ്റ് ആയിട്ടൊരു ഓർഡർ പറഞ്ഞതാണ്. അതിനുശേഷം 6ലേക്ക് കടന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കിയപ്പോൾ പല തരത്തിലുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടും ബോധപൂർവമായിട്ടുള്ള ഡിലേ ഉണ്ടായതായി തോന്നി. പ്രത്യേകിച്ച് ഒരാരോപണവും സർക്കാർ ഉന്നയിച്ചിട്ടില്ല. ഇക്കാര്യത്തിലൊരു പരാതി കിട്ടി. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ചുമതല എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അഡീഷണൽ സെക്രട്ടറി ഗീതയാണെന്ന് തോന്നുന്നു ഏൽപ്പിച്ചിട്ടുണ്ട്. ഗീത IASനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ. ഞങ്ങളിപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിലെത്തിയിട്ടില്ല. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയൊരു ഡ്രൈവാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും കണ്ണൂർ ഒരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരായി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടൊരു സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നടപടി ഉണ്ടായിട്ടുണ്ട്. കോടതികൾ തുടർച്ചയായിട്ട് ഇടപെടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പരാതി കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഓൺലൈൻ പരിശോധനയിൽ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവമായിട്ടുള്ള ഡിലേ ആണെന്ന് സംശയിപ്പിക്കപ്പെടാവുന്ന വിധത്തിൽ കണ്ടമാനം കാലതാമസം എടുത്തിട്ടുണ്ട്. വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അല്ലാതെ ആരോപണം ഉന്നയിക്കപ്പെട്ടതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽസും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതൊരു പരാതി മാത്രമാണ്. പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് ഏതെങ്കിലും വിധത്തിലുള്ളൊരു നിഗമനത്തിലെത്താൻ പറ്റൂ. ഇപ്പോൾ ഉള്ളത് ഒരു നടപടിയല്ല. ഇപ്പോൾ ഉള്ളത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിലിന് സമാനമായ ആശയം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ ആശയത്തോടെ വിവിധ തലങ്ങളിലുള്ള പ്രതികരണങ്ങളുണ്ടായി. ഇ ശ്രീധരൻ്റെയും അത്തരമൊരു പ്രതികരണമാണ്. വ്യക്തമായ ഒരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ല. വരുന്ന ഘട്ടത്തിൽ അക്കാര്യം കൂടുതൽ പരിശോധിക്കും. കേരളത്തിന് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഒരു പാത വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങളുടെ പാതയിൽ. 4 പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കൂര നിർമ്മാണ പ്രവർത്തനങ്ങളും പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. അമൃത് ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനങ്ങൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കൂടുതൽ വികസന പ്രവർത്തനങ്ങളുടെ പാതയിൽ. പ്ലാറ്റ്ഫോമുകളിലെ മേൽക്കൂര നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 4, 5, 6, 7 പ്ലാറ്റ്ഫോമുകളിലായാണ് മേൽക്കൂര നിർമ്മാണം. മേൽക്കൂര ഇരട്ടിപ്പിക്കുന്നതോടെ യാത്രക്കാർക്ക് വെയിലും മഴയും കൊള്ളാതെ ട്രെയിൻ കയറാനും ഇറങ്ങാനും ഏറെ സൗകര്യപ്രദമാകും. പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിടവും റെയിൽവേ ഒരുക്കുന്നുണ്ട്. കൊച്ചിൻ പാലത്തിന് സമീപത്തായാണ് ഈ കെട്ടിടം ഉയരുന്നത്. 4 നിലകളിലായി ഉയരുന്ന കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്.
2 മാസത്തിനകം പ്രവൃത്തികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ക്യാബിൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ട്രെയിനുകളുടെ സിഗ്നൽ കൺട്രോളിംഗ് എല്ലാം ഈ കെട്ടിടത്തിലായിരിക്കും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അടിച്ചമർത്തുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ലഭിക്കുന്ന ഓരോ അവസരവും പിന്നോക്കക്കാർ സമർത്ഥമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഗിന്നസ് മുരളി നാരായണൻ. പാലക്കാട് കേരള പാണൻ കൾച്ചറൽ സൊസൈറ്റി 28ാം വാർഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഗിന്നസ് മുരളി നാരായണൻ. അവകാശങ്ങൾക്കായി പോരാടുന്നതും സംസാരിക്കുന്നതും കുറ്റകരമാണെന്ന ധാരണയുള്ളവരുടെ എണ്ണം പെരുകുകയാണെന്നും ഗിന്നസ് മുരളി നാരായണൻ പറഞ്ഞു. ഭരണത്തിലേറാനായി രാഷ്ട്രീയക്കാർ തരുന്ന വാഗ്ദാനങ്ങളിൽ പിന്നോക്കക്കാർ വീണുപോകരുത്. പിന്നോക്കക്കാർ രാഷ്ട്രീയക്കാരുടെ പണിയാളരല്ലെന്ന സത്യം ബോധ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉപയോഗിക്കണം. ഭഗവാൻ ഉറങ്ങിക്കിടന്നപ്പോ ഉണർത്താൻ നീ മാത്രം ഉണ്ടായിരുന്നു. ദൈവത്തെ നടത്തിയ കൂട്ടത്തിലുള്ളവനാണ് നീ. നിനക്ക് അസാധ്യമായതൊന്നുമില്ല, അതുകൊണ്ട് നീ ചെയ്യ്. അതുപോലെ ഇവിടെ ഉള്ളവരോടും പറയാൻ എനിക്ക് ആഗ്രഹം, നമ്മളങ്ങോട്ട് ആഗ്രഹിക്കും, നമ്മളിലേക്ക് വന്നു ചേരും. ഭഗവാന്റെ അനുഗ്രഹം 100% വന്നിട്ടുള്ള ഒരു സമുദായമാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒതുങ്ങി പോവുകയാണ്, ധൈര്യമില്ലായ്മയാണ്. കേരള പാണൻ കൾച്ചറൽ സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ രവികുമാർ, കെ എ മനോജ്, സദനം ശ്യാമളൻ, കെ വിജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കലാമണ്ഡലം വീണ്ടും ചരിത്ര മുഹൂർത്തത്തിലേക്ക്. കഥകളി സംഗീതത്തിൽ 2 പെൺകുട്ടികൾ തിങ്കളാഴ്ച അരങ്ങേറ്റം കുറിക്കും. പാലക്കാട് സ്വദേശിനി ദേവനന്ദ ഡി നായരും തിരുവനന്തപുരം സ്വദേശിനി JS ഹരിതയുമാണ് കലാമണ്ഡലത്തിലെ ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്നത്. കഥകളി സംഗീതത്തിലൂടെയാണ് കഥകളിയുടെ കഥ പകുതി മുക്കാലും പ്രേക്ഷകർ അറിയുന്നത്. ഈ ഒരു രംഗത്തേക്ക് പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടുകാലത്ത് കഥകളി സ്ത്രീകൾ പാടിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആർക്കും ഓർമ്മയില്ല. ഇനി മുതൽ ലോകം അറിയപ്പെടുകയും കലാമണ്ഡലത്തിൻ്റെ തൂലികയിൽ ഈ 2 പെൺകുട്ടികളുടെ പേരുകളാണ് ഇടം പിടിക്കുക. പാലക്കാട് സ്വദേശിയായ ദേവപ്രസാദ് നായരുടെയും രേണുക ദമ്പതികളുടെയും 2 മക്കളിൽ മൂത്ത മകളായ ദേവനന്ദ ഡി നായർ, തിരുവനന്തപുരം സ്വദേശിയായ ജിജോ, മാതാവ് സുനിത എന്നിവരുടെ 2 മക്കളിൽ ഇളയോളായ KS ഹരിത എന്നിവരാണ് കലാമണ്ഡലം ചരിത്രത്തിൽ കഥകളി സംഗീതത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. കലാമണ്ഡലത്തിൽ 8ാം ക്ലാസ്സിൽ ചേർത്തിയപ്പോൾ പ്രശസ്ത കഥകളി സംഗീത ആലാപകൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ആദ്യാക്ഷരം ഇവർക്ക് ചൊല്ലിക്കൊടുത്തത്. തുടർന്ന് 3 വർഷം സദനം ശിവദാസ്, കലാമണ്ഡലം വിശ്വാസ് എന്നീ ആശാന്മാരുടെ കീഴിലാണ് ഈ മിടുക്കുകൾ പഠിക്കുന്നത്. ഇനി മുതൽ എല്ലാ കഥകളിയിലും ഈ 2 പെൺകുട്ടികളുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് കലാമണ്ഡലം കഥകളി സംഗീത വിഭാഗം വകുപ്പ് മേധാവി കലാമണ്ഡലം വിനോദ് പറഞ്ഞു. നമ്മളെ കേരള കലാമണ്ഡലം കഥകളി സംഗീത വിഭാഗത്തിൻ്റെ ഈ ജനുവരി 26 കഥകളി സംഗീതത്തിൽ 2 പെൺകുട്ടികൾ അരങ്ങേറുകയാണ്. ഒരു പക്ഷേ എൻ്റെ ഓർമ്മയിലുള്ളത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-40-50 കൊല്ലത്തിന് മുമ്പ് കേരള കലാമണ്ഡലം കഥകളി സംഗീതം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു എന്ന് മാടമ്പ്യാശം പറഞ്ഞറിയാം, അവരെ അറിയുകയും ചെയ്യാം. അതിനുശേഷം അത് നിർത്തലാക്കുകയും പിന്നെ ഈ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കലാമണ്ഡലം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 കുട്ടികൾ 8ാം ക്ലാസ് മുതൽ വന്ന് പഠിക്കാൻ ചേരുകയും അവരെ 3ാമത്തെ കൊല്ലമായ 10ാം ക്ലാസ് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഒരു പുതിയൊരു മുന്നേറ്റവും അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു കലാമണ്ഡലത്തിൻ്റെ എല്ലാ വിഭാഗത്തിലും പെൺകുട്ടികൾ നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വനിതകളുടെ പുതിയൊരു സംരംഭമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. നമ്മളെ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു.
ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കല്യാണ തിരക്ക്. 245-ലേറെ വിവാഹങ്ങളാണ് ഞായറാഴ്ച നടന്നത്. വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 250ഓളം വിവാഹങ്ങളാണ് ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്ര നടക്കൽ നടന്നത്. വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ഭക്തർക്ക് തടസ്സമില്ലാതെ ക്ഷേത്ര ദർശനത്തിനും വഴിയൊരുക്കി. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചു. 5 മണ്ഡപങ്ങളിലായാണ് താലികെട്ടുകൾ നടന്നത്. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്ര കോയ്മക്കാരെ മണ്ഡപത്തിലേക്ക് അധികമായി നിയോഗിച്ചിരുന്നു. കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കി. ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. ഞായറാഴ്ച ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ് ദൃശ്യമായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള ടൈലറിംഗ് വർക്കേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കൺവെൻഷൻ ചെറുതുരുത്തി മൊയ്തു സാഹിബ് മെമ്മോറിയൽ ഹാളിൽ നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് P.O. പൗലോസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന പൈസ മറ്റുള്ളവർ ചൂഷണം ചെയ്യാതിരിക്കാൻ ഗവൺമെന്റ് പുതിയ ഡാറ്റ നിർമ്മിക്കാനായിട്ടുള്ള മാർച്ച് 31 വരെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു നടപടി കൊണ്ടുവന്നേക്കണം. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണ് അവർ പറയുന്നത്. അത് നടപ്പാക്കാൻ എളുപ്പമല്ല. എങ്കിൽ കൂടി എനിക്ക് ഇവിടെ പറയാനുള്ളത്, പല പ്രാവശ്യം നമ്മൾ ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഡീറ്റെയിൽ. അവരുടെ കമ്പ്യൂട്ടറിലെല്ലാം ഉണ്ട്. എങ്കിലും ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് 70-80 സംഘടന കേരളത്തിൽ തയ്യൽ തൊഴിലാളികളുടെ മാത്രം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഏതൊക്കെ സംഘടനയിൽ, പലരും പല സംഘടനയിൽ പേര് കൊടുത്തേ. കുറച്ചാൾ ഇതിൽ നിൽക്കുമ്പോൾ അത് എന്താണെന്നറിയാതെ അടുത്തയിൽ പോയി കയറും. അപ്പോൾ അത്തരത്തിൽ വന്ന് ഇരിക്കുന്നത് ക്ഷേമനിധി ഓഫീസിൽ നമുക്ക് തന്നെ നിർദ്ദേശം കൃത്യമായിട്ട് ഇപ്പോൾ വള്ളത്തോൾ നഗറാണ്, വള്ളത്തോൾ നഗർ അങ്ങനെ ഒരു ഏരിയ തിരിച്ചുകൊണ്ട് ഒട്ടാനടി ഒരു ഡാറ്റ നമ്മൾ തയ്യാറാക്കിയത് തൃശ്ശൂർ ജില്ലയുടെ ക്ഷേമനിധി ഓഫീസിലേക്ക് നമ്മൾ സമർപ്പിക്കേണ്ടതാണ് മാർച്ച് 31. ഏരിയ പ്രസിഡന്റ് P.A. ആദം അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി U.A. സഹീർ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി P.U. ബുഷറ റിപ്പോർട്ടും ട്രഷറർ K. വിനീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹി C.R. സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. ടൈലർമാർക്ക് നൽകുന്ന പെൻഷൻ 5000 രൂപ ആക്കുകയും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ കമ്മിറ്റി അംഗം M. ശോഭ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം K.G. മുരളീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്തുമന ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റത്തോടെയാണ് തുടക്കം. 31-ന് ഉത്സവം സമാപിക്കും. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 8 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് ഭക്തിനിർഭരമായ ചടങ്ങുകളോടുകൂടി തുടക്കമായത്. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്തുമന ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്തിലായിരുന്നു കൊടിയേറ്റം. വിശേഷാൽ പൂജകൾ, മഹാദീപാരാധന, ശ്രീഭൂതബലി, അത്താഴപൂജ എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് ആഘോഷങ്ങളുടെ ഭാഗമായി രാധേശ്യാം ലക്കിടി അവതരിപ്പിച്ച ഭക്തിഗാനസുധ, സർവീസ് പെൻഷനേഴ്സ് തൃത്താല അവതരിപ്പിച്ച തിരുവാതിരക്കളി, ഓങ്ങല്ലൂർ കലാകേന്ദ്രം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. വിശാലമേത്രയും അതിന്നിടം വിശേഷവസുവിനിരിപ്പിടം ശുചി വിശാലമേത്രയും അതിന്നിടം അശേഷ സൽമണി ഗണസ്ഫുടം അതു ഏറ്റുപറയുന്നേ എല്ലാം എല്ലാം ഏറ്റുപറയുന്നേ ഈ മാസം 31-ന് ഉത്സവാഘോഷം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ തുടരുന്നു. ശനിയാഴ്ച വൈകിട്ട് കലാമണ്ഡലം ഷർമിളയുടെ ഓട്ടൻ തുള്ളലുണ്ടായി. ൊഴിപ്പാൻ
മറു മകനെ മതി മതി ഭീതികളില്ല തീർത്ഥസ്നാനമൊരു 20 വർഷം ഭക്തന്മാർക്കിനിയും കൽപ്പിക്കാം ഇങ്ങനെ ജഗുനിയുമുറ ചെയ്തപ്പോൾ കാട്ടിലിരിക്കും പാർത്ഥന്മാർക്ക് കാട്ടിയിടേണം നമ്മുടെ വിഭവം എടപ്രാമ്പുള്ളിമന സാവിത്രി ടീച്ചറാണ് ശനിയാഴ്ചത്തെ കൂത്തുവഴിപാടായി ഓട്ടൻതുള്ളൽ സ്പോൺസർ ചെയ്തത്. കേരള കലാമണ്ഡലം വടക്കൻ കണ്ണൻ നായർ പുരസ്കാരം, കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ജൂനിയർ ഫെലോഷിപ്പ്, ഏവൂർ ദാമോദരൻ നായർ യുവതുള്ളൽ പ്രതിഭ പുരസ്കാരം, കേരള സർക്കാർ യുവപ്രതിഭ പുരസ്കാരം, കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ഗീതാനന്ദം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ കലാകാരിയാണ് കലാമണ്ഡലം ശർമിള. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മകരമാസത്തിലെ ഷഷ്ടിയോടനുബന്ധിച്ച് ഉദയാസ്തമയ പൂജയും നാരായണീയ പാരായണവും നടന്നു. തന്ത്രി ശങ്കരൻ നാരായണൻ ഉണ്ണിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പൂജകൾ. രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയായിരുന്നു കാരക്കാട് നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണമുണ്ടായത്. വൈകുന്നേരം നാദസ്വരം, നിറമാല, അവിൽ പ്രസാദ വിതരണം എന്നിവയും നടന്നു. ഫെബ്രുവരി 1-നാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം നടക്കുക. രാവിലെ 5 മണിക്ക് നട തുറക്കൽ, തുടർന്ന് അഭിഷേകങ്ങൾ, കാവടി പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണി മുതൽ ക്ഷേത്രത്തിൽ പ്രസാദഊട്ടുണ്ടായിരിക്കും. വൈകുന്നേരം 4:30-ക്ക് നട തുറക്കും. 6-ന് പറളി ദത്താമണിയുടെ നേതൃത്വത്തിൽ നാദസ്വര അവതരണം, 6:15-ന് ദീപാരാധന, തുടർന്ന് പാലക്കാട് കല്ലേക്കുളങ്ങര ഷാജി സ്പോൺസർ ചെയ്യുന്ന തൃശൂർ ഭജൻസ് നാദധാരയുടെ ഭജന എന്നിവ നടക്കും. രാത്രി 10 മണിക്ക് അവിൽ പ്രസാദം വിതരണം ചെയ്യുന്നതോടെ തൈപ്പൂയ ആഘോഷത്തിന് സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU കോങ്ങാട് യൂണിറ്റ് 34ാമത് വാർഷിക സമ്മേളനം കോങ്ങാട് NSS ഹാളിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. KP ദേവഭൂപേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M രാമകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KG നവാബ് ജാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി P മോഹൻദാസ് ജനപ്രതിനിധികളെ ഉപഹാരം നൽകി ആദരിച്ചു. TV ബാലകൃഷ്ണൻ, P ഗംഗാധരൻ പിള്ള, P ഗോപാലകൃഷ്ണൻ, TP അച്യുതാനന്ദൻ, PV മാധവി, KS ഗുപ്തൻ നമ്പൂതിരി, P കൃഷ്ണൻകുട്ടി, PR രാജേശ്വരി, KK കൗസല്യ, N രാധാകൃഷ്ണൻ നായർ, ശുകുപുരം രാധാകൃഷ്ണൻ, P ദിനകരൻ, CV കൃഷ്ണകുമാർ, P ദിനകരൻ എന്നിവർ സംസാരിച്ചു. CV കൃഷ്ണകുമാർ സ്വാഗതവും PP സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ചർച്ചയും തെരഞ്ഞെടുപ്പും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൂനത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുവന്ദനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നാടിനെ നേർവഴിക്ക് നയിക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണെന്ന് MLA പറഞ്ഞു. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് 100ാം വാർഷികത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. ആ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഏതായാലും അടുത്ത മാസത്തോടുകൂടിയില്ലേ അവസാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ആ നിലയിൽ ഈ വിദ്യാലയത്തെ 100 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കേന്ദ്രമായി ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നേരത്തെ മുന്നിൽ നിന്ന് സഞ്ചരിച്ചവർ, നയിച്ചവർ, പിന്നീട് അത് ഏറ്റെടുത്തവർ, ഇനി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നവർ ഈ വിദ്യാലയത്തെ ഏറ്റവും പ്രശസ്തവും പ്രഗത്ഭവും അക്കാദമിക് തലത്തിലും അല്ലാത്ത തലത്തിലുള്ള മികവുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികൾക്ക് സാധ്യമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഞാനിവിടെ ജില്ലാ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഒരു കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളുടെ
പശ്ചാത്തല സൗകര്യ വികാസത്തിനും അതുപോലെ തന്നെ അക്കാദമിക് തലത്തിലുള്ള അഭിവൃദ്ധിക്കും ആവശ്യമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ, ഐശ്വര്യ പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്ന കാലത്ത് ഈ പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നതാണ്. അക്കൂട്ടത്തിൽ പ്രത്യേകിച്ച് പൂനന്തറ ഗവൺമെന്റ് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിന്റെ കഴിഞ്ഞകാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരോഗതി ചെറിയൊരു പങ്ക് വഹിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം എ സിന്ധുമോൾ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് DP നിർമ്മല സ്വാഗതം പറഞ്ഞു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗംഗാധരൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ലക്ഷ്മി, വാർഡ് മെമ്പർമാരായ K സംഗീത, PT ജയന്തി, PTA പ്രസിഡന്റ് E രാജഗോപാൽ, SMC ചെയർമാൻ K വേലുക്കുട്ടി, പ്രിൻസിപ്പാൾ ജിനേഷ് കുമാർ, MPTA പ്രസിഡന്റ് NB ഷിജി, OSA പ്രസിഡന്റ് KP ബാലൻ, സെക്രട്ടറി P സുരേന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി P ജിഷ എന്നിവർ പ്രസംഗിച്ചു. പൂർവാധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അനുഭവങ്ങൾ പങ്കുവച്ചു. പൂർവ്വ വിദ്യാർത്ഥി കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പോലീസ് സർവീസിൽ നിന്നും വിരമിച്ച കുളപ്പള്ളി സ്വദേശി സുനീർ സിംഗ് എഴുതിയ വെളുത്ത മുളങ്കാടുകൾ പുസ്തകം പ്രകാശനം ചെയ്തു. MR മുരളിക്ക് പുസ്തകം നൽകി പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് മേനോൻ പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം കുളപ്പള്ളി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. സുനീർ സിംഗിന്റെ വെളുത്ത മുളങ്കാടുകൾ എന്ന പുസ്തകം പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് മേനോൻ പ്രകാശനം ചെയ്തു. MR മുരളി പുസ്തകം ഏറ്റുവാങ്ങി. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നീലക്കൊടുവേലിയുടെ കാവൽക്കാരി എന്ന പുസ്തകം എഴുതുന്നുണ്ട്, ഇതിഹാസത്തിൻ്റെ ഇതളുകൾ എന്ന പുസ്തകം എഴുതുന്നുണ്ട്. പലരും അത്തരത്തിൽ സർഗാത്മകമായി ഇടപെടുന്നവരുണ്ട്. എൻ്റെ നാട്ടുകാരനായിട്ടുള്ള സുനിൽ കുമാർ എന്ന് പറയുന്ന സുഹൃത്ത്, പോലീസുകാരനായ സുഹൃത്ത്, ഇപ്പോൾ അദ്ദേഹം എഴുതുന്നില്ല. അദ്ദേഹം എഴുതാത്തതിനെക്കുറിച്ച് ഞാൻ നിരന്തരം സംസാരിക്കാറുണ്ട്. പേടിപ്പനി പോലെ ഉജ്ജ്വലമായ കവിതകൾ എഴുതിയ പോലീസുകാരനായ കവി സുഹൃത്താണ് സുനിൽ കുമാർ, MS സുനിൽകുമാർ. സുനിൽകുമാറിൻ്റെ കവിതകൾ ഓർമ്മിക്കുന്ന കുറേ ആളുകളെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സുനിൽ എഴുതാത്തതിൻ്റെ കാരണം ഔദ്യോഗികമായ തിരക്കുകൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങൾ, അതിനിടയിൽ നിന്നുകൊണ്ട് എന്നോടൊരിക്കൽ പറഞ്ഞു, ഞാൻ 10 മണിക്കൂർ പാലക്കാട് നഗരത്തിൻ്റെ പൊള്ളുന്ന വെയിലത്ത് നിന്ന് എങ്ങനെയാണ് മറ്റ് ഒരു അനുത്ത ഓർമ്മകളെ ചേർത്ത് വയ്ക്കുക, ഇത് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുമാണ്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ വടക്കഞ്ചേരിയിൽ കിഴക്കഞ്ചേരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു പോലീസുകാരൻ്റെ കവിതാ പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി. എഴുതുന്ന ആളുകളുണ്ട് ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും. പൂക്കാസ കുളപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം E ചന്ദ്രബാബു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. രാജീവ് പിള്ളത്ത് പുസ്തകം ചടങ്ങിനെ പരിചയപ്പെടുത്തി. MR മുരളി, E ചന്ദ്രബാബു, VK അനുരാജ്, KM ലക്ഷ്മണൻ, സതീശൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് PM ജയ, രാമചന്ദ്രൻ, സുനീർ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. സുധീർ സ്വാഗതവും സ്മിത നന്ദിയും പറഞ്ഞു. വിവിധ മേഖലകളിൽപ്പെട്ട നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗാന്ധി സ്മൃതി കരിമ്പന പബ്ലിക്കേഷൻസാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. പുരോഗമന കലാസാഹിത്യ സംഘം കുളപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർധന കുടുംബത്തിലെ ഓട്ടോ ഡ്രൈവറായ സുലുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കൈത്താങ്ങായി മണ്ണൂരിലെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്വരൂപിച്ച 36,000 രൂപ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി വാസു മാസ്റ്റർ ചികിത്സാ സഹായ സമിതി ട്രഷറർ VM അൻവർ സാദിഖിന് കൈമാറി. മണ്ണൂർ അത്തിക്കൽ വീട്ടിൽ സുലൈമാൻ എന്ന സുലു കഴിഞ്ഞ 3 വർഷമായി ലിവർ അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. പഞ്ചായത്തിലെ കരൾമാറ്റൽ ഓപ്പറേഷന് വേണ്ടി വിധേയമായ സുലു എന്ന സുലൈമാന് മണ്ണൂർ പഞ്ചായത്തിൽ തന്നെ, മണ്ണൂർ പഞ്ചായത്തിലും ഇതര പഞ്ചായത്തിലും കാരുണ്യ പ്രവർത്തനത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, അവർ എല്ലാവരും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ തന്നെ അവർ സുലു എന്ന സുലൈമാന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി തുക സ്വരൂപിച്ചിട്ടുണ്ട്. 36,000-ൽ പരം രൂപയാണ് അവർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സ്വരൂപിച്ചിരിക്കുന്നത്. 10,000 രൂപ നേരത്തെ തന്നെ അവരുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി ഇത് കൂടാതെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
കരൾ പകുത്തു നൽകാൻ മകൾ സന്നദ്ധയാണ്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം. നാളിതുവരെയുള്ള ചികിത്സാ ചെലവ് തന്നെ ബന്ധുമിത്രാദികളും മറ്റുമാണ് വഹിച്ചിരുന്നത്. 40 ലക്ഷം രൂപയാണ് ഈ സർജറിക്ക് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാ ചെലവ് സ്വരൂപിക്കുന്നതിനായി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിപുലമാക്കും. എല്ലാ നന്മ നിറഞ്ഞ സുമനസ്സുകളുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്മ ചാരിറ്റി ഭാരവാഹികളായ തങ്കപ്പൻ, ബാലകൃഷ്ണൻ, സുനീർ, വത്സൻ, പ്രതീഷ്, സേതുമാധവൻ എന്നിവർ പങ്കെടുത്തു. ചികിത്സയിലേക്ക് 10,000 രൂപയും ഇതിനകം തന്നെ നന്മ ചാരിറ്റി കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഴവില്ല് മലർവാടി പറളി ഏരിയ ബാലചിത്ര രചനാ മത്സരം സംഘടിപ്പിച്ചു. സ്കൂളിലെ 4 വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ 300-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആ ക്ലാസ് റൂമിലെ ചിത്രങ്ങൾ അവസാനം ടീച്ചർ ഇങ്ങനെ ഓരോന്നും നോക്കിയപ്പോൾ ഒരു ഷീറ്റ് ടീച്ചർക്ക് ഭയങ്കര വെറൈറ്റി ആയി തോന്നി. എല്ലാ കുട്ടികളും അവിടെ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടിയുടെ ചിത്രത്തിൽ ആ കുട്ടിയുടെ ഒരാളെ കാണാനില്ല. ആരെ കാണാനില്ല? ഒരാളെ കാണാനില്ല. അപ്പോൾ ടീച്ചർ ആ കുട്ടിയെ വിളിച്ചിട്ട് അടുത്ത് നിർത്തി. ബാക്കിയുള്ള കുട്ടികളൊക്കെ അവരുടെ വേറെ പ്രവർത്തനങ്ങളിലേക്ക് വിട്ടിട്ട് ഈ ഒരു കുട്ടീനെ മാത്രം എടുത്ത് വിളിച്ചു. എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, വെർ ഈസ് യുവർ ഫാദർ, വെർ ഈസ് യുവർ ഗാഡ്, എവിടെ നിന്റെ അച്ഛൻ, എവിടെ മോളെ കാണാനില്ലല്ലോ, അച്ഛൻ ഇതിന്റെ മോൾക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞ മറുപടി എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്ത് പറയാൻ ആർക്കാ കഴിയാം? കുട്ടി എന്തോ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഫാദർ എന്ന് വെച്ചപ്പോൾ കുട്ടി വളരെ അത്ഭുതത്തോടുകൂടി തിരിച്ചു, ഡാഡ്, ഹു ഈസ് ഹി, ആരാണത് എന്ന് വളരെ അത്ഭുതത്തോടു കൂടി ചോദിച്ചു. കാരണം ഈ കുട്ടിയുടെ അച്ഛനെ കുറിച്ച് ടീച്ചർക്ക് നന്നായിട്ട് അറിയാം. ആ നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ, ഒരുപാട് ബിസിനസ് മേഖലകളുള്ള, വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീട്ടിൽ താമസിക്കുന്ന അതിൻ്റെ ഓണറായിട്ടുള്ള ആളാണ് ആ കുട്ടിയുടെ അച്ഛൻ. ഈ കുട്ടിയെ എത്രമാത്രം ആ അച്ഛൻ പരിഗണിക്കണമെന്ന് അറിയോ? ആ അച്ഛൻ ഇവൾക്ക് വേണ്ടിയിട്ട് ഒരു സെർവന്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ് ചെയ്തിട്ട് ഇവൾക്ക്. 1-ാം വിഭാഗത്തിൽ ദിയാൻ, നിരുപമ, വൈശാഖ് എന്നിവരും 2-ാം വിഭാഗത്തിൽ KS കാർത്തിക്, ഐസിൻ ഷാനവാസ്, മിൻഹ എന്നിവരും 3-ാം വിഭാഗത്തിൽ P മിഖ, ബിജിഷ, ഷഖ്സാന എന്നിവരും 4-ാം വിഭാഗത്തിൽ സൻഹ, ഷാസിൽ, ശിവഗംഗ എന്നിവരും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ച ക്ലാസ്സിൽ ബഷീർ, ഹസൻ നദ്വി നാസർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മലർവാടി ഏരിയ രക്ഷാധികാരി AA നൌഷാദ്, ഏരിയ സെക്രട്ടറി PV റഷീദ്, മലർവാടി കോർഡിനേറ്റർ T അബ്ബാസ് മാത്തൂർ, ഫിറോസ് എടത്തറ, സെയ്ദു പറളി, നസീഫ്, താഹിറ ഓടന്നൂർ, ഫസീല, ഹസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ കൈപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ നിർത്തിയിട്ട ലോറിക്ക് പിറകിലിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. ഈരാറ്റുപേട്ട സ്വദേശികളായ റഷീദ് മുഹമ്മദ് അറഫാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കേച്ചേരി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ എത്തിച്ചു. കൈപ്പറമ്പ് സൊസൈറ്റിക്ക് സമീപമായിരുന്നു അപകടം. കോട്ടായി മാസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെയും പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബിന്റെയും പാലക്കാട് പാലന ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉണ്ണി വി തോമസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി മാസ് ജിംനേഷ്യം പ്രതിനിധികളായ മനീഷ്, സുധീഷ്, റോട്ടറി ക്ലബ്ബ് ഭാരവാഹി മുത്തുകുമാർ എന്നിവർ സംസാരിച്ചു. പാലക്കാട് ഈസ്റ്റ് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി MS ബൈജു സ്വാഗതം പറഞ്ഞു. രക്തം ദാനം ചെയ്യാൻ നിരവധി പേർ എത്തിയിരുന്നു. മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് സന്തോഷവും ആരോഗ്യവും ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും വലിയ ഒരു ഷെയറിംഗ് ചെയ്യാനായിട്ട് തയ്യാറായി കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ്, മഹാദാനം എന്നാണ് പറയുന്നത്, രക്തദാനം. 5 പതിറ്റാണ്ടിലേറെ കാലം ഓട്ടൻതുള്ളൽ രംഗത്തു നിറഞ്ഞു നിന്ന തുള്ളൽ ആചാര്യൻ കോങ്ങാട് കുമാരനാശാൻ 26ാം അനുസ്മരണ വാർഷിക ദിനം ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടന്നു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ഭൂപടത്തിൽ തന്നെ വലിയൊരു സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമുക്ക് ഈ കുരിശുമംഗലം. അത് ഇന്ന കല എന്നില്ല. ഏത് കലയിലായാലും ഒരുപാട് ഉന്നതരായിട്ടുള്ള കലാകാരന്മാരെ
സമ്മാനിച്ചൊരു മണ്ണാണ് ഈ കുരിശുമല. എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള ആണ്. നമുക്കൊരു പക്ഷേ തമാശ രൂപേണ ചിലപ്പോൾ പറയുകയാണെങ്കിൽ കെ ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PCV രേണുക അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ MV വിനോദ്, ഷീജ മോൾ, വായനശാല പ്രസിഡന്റ് K ഹരി, N സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ശിവദാസ് സ്വാഗതവും P അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി പെരുങ്കുളങ്ങര കിഴക്കേക്കര വീട്ടിൽ 70 വയസ്സുള്ള പ്രകാശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ വീട്ടിൽ തനിച്ചാണ് താമസം. അവിവാഹിതനാണ്. കോട്ടായി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാറ്റുലി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരിക്കുന്നു. ഈ ആരോപണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റുലിയിൽ ശബരിമല കൊള്ളയിലെ അന്വേഷണത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വളരെ ശരിവയ്ക്കുന്നതൊന്നാണ്. കാരണം ഇക്കാലം ഇത്രയും ആ ശബരിമല ശാസ്താവിൻ്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ, കട്ടള വാതിലുകൾ, അതുപോലെ തന്നെ അവിടുത്തെ കാണിക്കപരമായിട്ടുള്ള സമ്പാദ്യങ്ങൾ, ഇതെല്ലാം ഒരു വിഭാഗം കട്ടുമുടിച്ചു കൊണ്ടുപോയിട്ട് പോലും അതിലെ അന്വേഷണ സംഘം അത് വളരെ കൃത്യമായ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതിൽ 100% സത്യമായൊരു കാര്യമാണ്. ഹൈക്കോടതി പോലും ഇടപെട്ടത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കൃത്യമായി എത്തിക്കണമെന്നും, അതുപോലെ തന്നെ മറ്റുള്ള ഈ ജനവിഭാഗം, കോടാനുകൂടി ജനവിഭാഗങ്ങൾ അതിനൊരൊറ്റ സ്വരത്തിൽ പറയുമ്പോഴും ഈ അന്വേഷണ വിഭാഗം രാഷ്ട്രീയ നാടകം കളിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഇവർ കൃത്യമായി അന്വേഷിച്ചാൽ ഇത് വലിയ വമ്പൻ സ്രാവുകളിലേക്ക് പോകും എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവരിതേ അന്വേഷണം വളരെ വഴിതിരിച്ചു വിടാനുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടും ഈ അന്വേഷണം ശരിയല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിൽ 100% അത് ശരിയാണ്. അതിൽ നമ്മളെ ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത് കൃത്യമായ അന്വേഷണം പോകാത്തത്. ഇത് അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇന്നിവിടെയുള്ള മന്ത്രിമാർ പലരും കുടുങ്ങും എന്നുള്ളത് ഈ പറയുന്ന ഇന്ന് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ബഹുമാനായ VD സതീശൻ അവർ പറഞ്ഞത് ശരിയാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനൊപ്പം ഒരുമിച്ച് നിൽക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കേരള ജനത ഞെട്ടിയൊരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. ഇത്രയും ദിവസമായിട്ട് SITക്ക് ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ തന്നെ ആണെന്നുള്ള കാര്യത്തിൽ കേരള പൊതുസമൂഹത്തിന് യാതൊരു സംശയമില്ല. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM നേതൃത്വത്തിൻ്റെ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണ സംഘത്തെ ആദ്യമൊക്കെ വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് തീർത്തും പക്ഷപാതപരമായി ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന രീതിയിലേക്കാണ് അന്വേഷണത്തിൻ്റെ പോക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഈ SITയുടെ മേൽ ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതും പ്രതികൾക്ക് വൈകുന്നതും, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കാതെ 90 ദിവസത്തിനകം പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കുക വഴി സ്വർണ്ണക്കൊള്ള കേസ് ഏച്ചുമാറ്റി കളയുന്നതിന് വേണ്ടി പിണറായി സർക്കാർ നടത്തുന്ന
വലിയ തരത്തിലുള്ള ദുരൂഹമായ ഇടപെടൽ SIT നടത്തുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം തീർത്തും ശരിവയ്ക്കുന്ന രീതിയിലാണ് ഹൈക്കോടതിയിൽ കണ്ടിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളോ അതുപോലെ കട്ടിളപ്പാലി തുടങ്ങിയ സ്വർണത്തിൻ്റെ കൊള്ളയിൽ നടത്തിയ ഒരു സാധനവും നാളിതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം വളരെയധികം അട്ടിമറിക്കുന്ന രീതിയിലാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT സ്വീകരിച്ചിരിക്കുന്ന രീതി എന്തായാലും സംശയാസ്പദമാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും ഈ അവസരമൊക്കെ കിട്ടിയിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് തീർത്തും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് വിശ്വാസി സമൂഹത്തെ മൊത്തം കബളിപ്പിക്കുന്ന രീതിയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? എന്തായാലും ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീധരന്റെ അതിവേഗ റെയിൽ ആശയത്തിൽ പുതുമയില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സമാനമായ ആശയം സർക്കാർ വളരെ മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നെന്നും മന്ത്രി. വയനാട്ടിലെ ഡെപ്യൂട്ടി കളക്ടർ ഗീതയ്ക്കെതിരെ സ്വീകരിച്ചത് വകുപ്പ് തല നടപടിയല്ല, തുടർ നടപടി വിശദമായ അന്വേഷണത്തിന് ശേഷം. അടിച്ചമർത്തുന്നവർക്കെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ലഭിക്കുന്ന ഓരോ അവസരവും സമർത്ഥമായി പ്രയോജനപ്പെടുത്താൻ പിന്നോക്കക്കാർക്ക് കഴിയണമെന്ന് ഗിന്നസ് മുരളി നാരായണൻ. അവകാശങ്ങൾക്കായുള്ള പോരാട്ടം കുറ്റകരമെന്നും വ്യാഖ്യാനിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. പാലക്കാട്ട് കേരള പാൺ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി 28ാം വാർഷിക സമ്മേളനം. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വികസന തുടർച്ച. 4 പ്ലാറ്റ്ഫോമുകളിൽ മേൽക്കൂര നിർമ്മാണം പുരോഗമിക്കുന്നു. പുതിയ സിഗ്നൽ ക്യാബിൻ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കലാമണ്ഡലം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിലേക്ക്. കഥകളി സംഗീതത്തിൽ 2 പെൺകുട്ടികൾ തിങ്കളാഴ്ച അരങ്ങേറ്റം കുറിക്കും. ചരിത്രമെഴുതുന്നത് പാലക്കാട്ടുകാരി ദേവനന്ദയും തിരുവനന്തപുരം സ്വദേശിനി ഹരിതയും. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിന് തുടക്കം. ഉത്സവം 31 വരെ. കണയൻ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല പൂരം മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾ തുടരുന്നു. ഭക്തിസാന്ദ്രമായി കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം. കല്യാണ തിരക്കിൽ ഗുരുവായൂർ. ഞായറാഴ്ച നടന്നത് 250ഓളം വിവാഹങ്ങൾ. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.